അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തി. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ സർഗസമീക്ഷ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തി. അക്ഷയ പുസ്തകനിധിയും വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പ്രതിഭാധരരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർഗസമീക്ഷ എന്ന പേരിൽ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തിയത്. കഥാരചന, കവിതാരചന, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ അതിനു മുമ്പേ നമ്മൾ പറയുന്ന രണ്ട് അക്ഷരമുള്ളൂ. അമ്മ നക്ക് വേണോ? വേണ്ട. ഉമ്മ നക്ക് വേണം, മമ്മി നക്ക് വേണം. ഈ 3 വാക്കുകൾ ആദ്യമായി ഈശ്വരൻ നാവിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മളിൽ ഉള്ളതാണ്. അതിനാദ്യം പറഞ്ഞതിന് അപ്പം തന്നെ നമുക്ക് മാർക്ക് കിട്ടും, ഇല്ലേ? അമ്മയെ വിളിക്കുമ്പോൾ കിട്ടും മമ്മിൻ്റെ പാല്. മറ്റേ പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് പരീക്ഷയിൽ എഴുതി മാർക്ക് കിട്ടും. ഇത് പറഞ്ഞാൽ എപ്പോൾ തന്നെ മാർക്ക് കിട്ടും. ലോകത്തിലെ പ്രാണം ചേർത്തിത്തരുന്ന മധുരമാണ്. വർഗീയ സ്വാർത്ഥതയ്ക്കപ്പുറം നിൽക്കുന്ന സ്വർഗീയ സത്യമാണമ്മ. അമ്മയായി, മമ്മിയായി, ഉമ്മയായെങ്കിലും അമ്മിഞ്ഞ പാലവില്ലെമ്മ. സ്കൂൾ പ്രിൻസിപ്പൽ ബിജുകുമാർ, പ്രധാന അധ്യാപിക ജിമോൾ K ജോർജ്, വിദ്യാരംഗം കൺവീനർ MA നെസ്മി മോൾ എന്നിവർ പ്രസംഗിച്ചു. വയലാർ രാമവർമ്മ, വയലാർ ശരത്ചന്ദ്ര വർമ്മ എന്നിവയുടെ കൈയെഴുത്തു പ്രതികൾ എബനേസർ സ്കൂളിലെ ഹസ്താക്ഷര ശേഖരത്തിന് വേണ്ടി ശരത്ചന്ദ്ര വർമ്മയിൽ നിന്നും സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി ഏറ്റുവാങ്ങി. ശില്പശാലയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാക്ഷ്യപത്രവും മെമ്മന്റോയും പുസ്തക സമ്മാനങ്ങളും നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം.